ബിസിനസ്സുകാർക്ക് രാഷ്ട്രീയമില്ല, അവർക്കെല്ലാം ബിസിനസ്സാണ്. എന്നാൽ പലപ്പോഴും ബിസിനസ്മാൻ, ഗവൺമെന്റ് കൂട്ടുകെട്ട്, പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു നടക്കുന്ന ഒന്നാണ് അദാനിയെ വളർത്തുന്നത് BJP ആണ്, BJP ഇല്ലെങ്കിൽ അദാനി ഇല്ല. ഒരു പക്ഷെ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമല്ലേ? നമുക്കിതിന്റെ ഒരു ഫാക്ട് ചെക്ക് നടത്തി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ വാട്സ്ആപ്പ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തനിക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സിൽ വളരാൻ സാധിച്ചത് രാജീവ് ഗാന്ധി എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണെന്ന് ഗൗതം അദാനി പറഞ്ഞിട്ടുണ്ട്. മുന്ദ്ര പോർട്ടിന്റെ ഭൂമി അദാനി ഗ്രൂപ്പിന് നൽകിയത് കോൺഗ്രസ് ഗവൺമെന്റ് ചിമാൻ ഭായ് പട്ടേലാണ്. വില 10 പൈസ പെർ സ്ക്വയർ ഫീറ്റ്. രാജസ്ഥാനിലെ സോളാർ പ്ലാന്റിൽ 65,000 കോടി രൂപ അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും കോൺഗ്രസ് ഗവൺമെന്റുമായി കൂടിച്ചേർന്നാണ്. ഛത്തീസ്ഗഡിൽ അദാനിക്ക് കോൾ മൈനിങ്ങിന് അനുമതി നൽകിയതും കോൺഗ്രസ് ഗവൺമെന്റ് തന്നെയായിരുന്നു. അതിനെല്ലാം പുറമെ നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി അദാനിക്ക് കൈമാറിയത് UDF ഗവൺമെന്റ് സമയത്ത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഇനി BJP കൂടാതെ കോൺഗ്രസ് മാത്രമാണ് അദാനിയെ സഹായിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കോൺഗ്രസിനെ കൂടാതെ തമിഴ്നാട്ടിൽ ജയലളിത, ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി, മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ